നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് സോൾവ്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ 202/2023. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓപ്ഷൻ എ വിപണനം, ഓപ്ഷൻ ബി പ്രചാരണം, ഓപ്ഷൻ സി പരസ്യം, ഓപ്ഷൻ ഡി ബ്രാൻഡിംഗ്. ഉത്തരം ഓപ്ഷൻ എ വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൽ ആണ്? ചൈന. താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓപ്ഷൻ എ സാങ്കേതിക വിദ്യ, ഓപ്ഷൻ ബി പരിസ്ഥിതി, ഓപ്ഷൻ സി സംസ്കാരം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? 2021. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഓപ്ഷൻ ബി ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓപ്ഷൻ ഡി ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത്? ഓപ്ഷൻ എ അർജന്റീന, ഓപ്ഷൻ ബി അൾജീരിയ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ഉത്തരം ഓപ്ഷൻ സി ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ വൂളർ തടാകം, ഓപ്ഷൻ ബി ദാൽ തടാകം, ഓപ്ഷൻ സി ലോക്തക് തടാകം, ഓപ്ഷൻ ഡി സംഭാർ തടാകം. ഉത്തരം ഓപ്ഷൻ ഡി സംഭാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ഓപ്ഷൻ എ ബൊക്കാറോ, ഓപ്ഷൻ ബി ദുർഗാപൂർ, ഓപ്ഷൻ സി റൂർക്കേല, ഓപ്ഷൻ ഡി ഭിലായ്. ഉത്തരം ഓപ്ഷൻ സി റൂർക്കേല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ, ധ്രുബി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ? ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റ് ഏത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ സി ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും
മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഉത്തരം ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ സി സ്വത്തവകാശം. ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? സംബാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ വേമ്പനാട്ടുകായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ എ പത്തനംതിട്ട. ഓപ്ഷൻ ബി പാലക്കാട്. ഓപ്ഷൻ സി മലപ്പുറം. ഓപ്ഷൻ ഡി വയനാട്. ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത NW3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ഭായ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വച്ച്? ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം മീററ്റ്. കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ
ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വതന്ത്ര സമരഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. 1. ക്ഷയം. 2. ടൈഫോയിഡ്. 3. ചിക്കൻ പോക്സ്. 4. എലിപ്പനി. ഉത്തരം ക്ഷയം, ചിക്കൻ പോക്സ്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത്? കോമ്പല്ല്. ലിംഗാധിഷ്ഠിത ആക്രമ അല്ലെങ്കിൽ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ സി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത്? 1. പവിത്ര. 2. അനാമിക. 3. ഹസ്വ. 4. അർക്ക. ഉത്തരം അനാമിക, അർക്ക. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത്? ഓപ്ഷൻ എ കരോട്ടിൻ. ഓപ്ഷൻ ബി ക്ലോറോഫിൽ. ഓപ്ഷൻ സി ആന്തോസയാനിൻ. ഓപ്ഷൻ ഡി സാന്തോഫിൽ. ഉത്തരം ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ആനന്ദ മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCR സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? ലാന്തനോയിഡുകൾ. ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത്? D2O. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ അനാൾജെസിക്സ്. ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്. ഓപ്ഷൻ സി ആൻറ്റിസെപ്റ്റിക്സ്. ഓപ്ഷൻ ഡി ഡിസിൻഫെൻഡക്സ്. ഉത്തരം ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്സ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ എ കാറ്റ്. ഓപ്ഷൻ ബി തിരമാല. ഓപ്ഷൻ സി മണ്ണെണ്ണ. ഓപ്ഷൻ ഡി സൗരോർജം. ഉത്തരം ഓപ്ഷൻ സി മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.